ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ വന്നിട്ടുള്ളത് ഒരു അടിപൊളി പ്ലം കേക്ക് ആയിട്ടാണ്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ വരാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും വീട്ടിൽ ഇതേപോലെ കേക്കൊക്കെ ഉണ്ടാക്കും. ഇപ്പോൾ എല്ലാവരും കേക്ക് ഉണ്ടാക്കാൻ എക്സ്പേർട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കേക്ക് വളരെ സിമ്പിളായിട്ട് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ഇവിടെ 3/4 കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. നമുക്ക് കാരമൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കേക്കിലേക്ക് നമുക്കത് ആവശ്യമാണ്. പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. നമുക്ക് മസ്റ്റായിട്ട് വേണ്ടതാണ് ഉണക്കമുന്തിരി, അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ്. ബാക്കി നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സുകളൊക്കെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഞാനിവിടെ ഒരു 1/4 കപ്പ് വെള്ളം അതേപോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മളെ കാരമലിനായിട്ട് നമുക്ക് ഈ പഞ്ചസാര ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഫ്ലെയിമൊക്കെ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ. നന്നായിട്ട് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പഞ്ചസാരൊക്കെ പെട്ടെന്ന് ഉരുകി പോകും. അപ്പോൾ നമ്മളെ ആ ഒരു മധുരത്തിന് പകരം നമുക്കൊരു കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും കിട്ടുക. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇവിടെ ഇതൊന്ന് ചേഞ്ചായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പഞ്ചസാര ഒന്ന് ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി ബ്രൗൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യാം. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗോൾഡൻ കളറിൽ നിന്ന് കുറച്ച് ബ്രൗൺ കളർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ആഡ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് നല്ല ആ ഒരു ഡാർക്ക് ബ്രൗണിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും പിന്നെ വരിക, മധുരം മാറും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ നല്ല കുറച്ച് ബ്രൗൺ കളർ ആയി കഴിഞ്ഞാലല്ലേ നമ്മൾ ആ കേക്കിനൊക്കെ ആ ഒരു കളർ കിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. പിന്നെ വെള്ളം നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്ന സമയത്തൊന്ന് കൈയൊക്കെ ഒന്ന് ജസ്റ്റ് നീക്കി വെച്ചിട്ടൊക്കെ ചെയ്യുക. കാരണം ഇതിൽ നിന്ന് നന്നായിട്ട് ചിലപ്പോൾ ഇത് തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെ കയ്യുമൊക്കെ നന്നായിട്ട് ആവും. അപ്പോൾ അതൊക്കെ ഒന്ന് കെയർ ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇനി വെള്ളം ആഡ് ചെയ്യാൻ പോവുകയാണ്. നമ്മളത് ഒന്ന് ബ്രൗൺ കളറിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം ആഡ് ചെയ്യുമ്പോൾ ഇതേപോലെ ഒന്ന് കട്ട പിടിച്ച പോലെ ആവും. അത് കാര്യമില്ല, അത് നമ്മൾ ഈ ഫ്ലെയിമുള്ള കാരണം അത് താനെ അലിഞ്ഞു പോയിക്കോളും. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇവിടെ ഒക്കെ അലിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. നമ്മളെ കാരമൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കാരമൽ ആ ചൂടോടുക്കനെ കൂടിയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ അണ്ടിപ്പരിപ്പ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കില്ല. കാരണം ഇത് കുറച്ച് ക്രിസ്പി ആയിട്ടിരിക്കണം അണ്ടിപ്പരിപ്പൊക്കെ കടിക്കുമ്പോൾ. അപ്പോൾ നമ്മളിപ്പോൾ തന്നെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് അലിഞ്ഞ് പോയ പോലെ ആവും. ഈ മുന്തിരിയൊക്കെ ആകുമ്പോൾ നമുക്ക് അലിഞ്ഞ് കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ഇവിടെ നമുക്ക് നീക്കി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് മൈദയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് കപ്പിൽ അളവെടുക്കുമ്പോൾ ഇതേപോലെ നമ്മൾ അളവ് കറക്റ്റാക്കിയിട്ട് വേണം എടുക്കാൻ. അപ്പോൾ ഇവിടെ 1 കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് അരിച്ചെടുക്കണം. ഇതിലേക്ക് പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂണ് ബേക്കിംഗ് പൗഡർ എടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നില്ല. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ 2-3 വട്ടം അരിച്ചെടുക്കുക. അപ്പോൾ കേക്ക് ഒന്നുകൂടി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഈ അരിച്ചെടുത്ത ഈ മൈദയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മൾ ഈ അണ്ടിപ്പരിപ്പിലേക്ക് ഒന്നിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. കാരണം നമ്മളിത് അല്ലെങ്കിൽ കേക്കിൻ്റെ ബാറ്ററിയിലേക്ക് ഒഴിക്കുമ്പോൾ ഈ അണ്ടിപ്പരിപ്പ് ഇങ്ങനെ നന്നായിട്ട് താഴ്ന്ന് കിടക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് മുകളിലേക്കായിട്ട് ഇങ്ങനെ കിടക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പോകുന്ന ആ ഒരു പാത്രത്തിൽ നമുക്ക് ബട്ടർ പേപ്പറിൽ കുറച്ച് ഓയിൽ വേണമെങ്കിൽ തേച്ച് കൊടുക്കാം. നിർബന്ധമൊന്നുമില്ല, ബട്ടർ പേപ്പർ ജസ്റ്റ് വെച്ച് കൊടുത്താലും മതി. പിന്നെ നമുക്ക് 2 എഗ്ഗാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് റൂം ടെമ്പറേച്ചറിൽ ഉള്ളതായിരിക്കണം. ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിട്ടൊന്നും ചെയ്യരുത്. അപ്പോൾ എല്ലാം റൂം ടെമ്പറേച്ചറിലായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ബീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രമൊക്കെ നന്നായിട്ട് തുടച്ചിട്ടുണ്ടായിരിക്കണം. വെള്ളത്തിൻ്റെ അംശം പാടില്ല, അതൊക്കെ ശ്രദ്ധിക്കുക.
ഇനി ഇത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ എഗ്ഗിൻ്റെ ആ ഒരു മണമില്ലേ, ആ മണം ഉണ്ടായിരിക്കും. ആ മണം ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വാനില എസൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നമ്മൾ അരിച്ചെടുക്കുമ്പോൾ അതിലേക്ക് നമുക്ക് മറ്റേ പട്ടല്ലേ, പട്ട ഒന്ന് പൊടിച്ചത് ഇടുമെങ്കിൽ ഒന്നുകൂടി നല്ലതാണ് കേട്ടോ. അത് കാണിച്ചു തരാൻ വിട്ടുപോയതാണ്. അപ്പോൾ ആ പട്ടയും ഒന്ന് അരിച്ചെടുക്കുമ്പോൾ ഇത് ജസ്റ്റ് ആ പൊടിയുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇനി നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം സ്ലോ ആക്കിയിട്ട് ബീറ്റ് ചെയ്യുക, എന്നിട്ട് പിന്നെ സ്പീഡ് കൂട്ടിയിട്ട് നമുക്കതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് മുട്ട പതഞ്ഞ് പൊന്തണം. അപ്പോഴാണ് കേക്ക് നല്ല രസത്തിൽ പൊന്തി വരുള്ളൂ. അപ്പോൾ ഇവിടെ എഗ്ഗൊക്കെ നന്നായിട്ട് പതഞ്ഞ് പൊന്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളെ നേരത്തെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കാരമലിൻ്റെ ഇതിലേക്ക് ഒഴിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചിച്ചായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് ഒരേ സൈഡിലേക്ക് തന്നെ നമ്മൾ ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ആകെ ഇട്ട് കുത്തി ഇളക്കാതിരിക്കുക. അപ്പോൾ ആ പതഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു എഗ്ഗ് ഇല്ലേ, അതൊക്കെ താഴ്ന്നു പോവും. അപ്പോൾ നമ്മുടെ കേക്കും ഓട്ടോമാറ്റിക്കലി പൊന്താതെ താഴ്ന്നു കിടക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഇതൊന്ന് ഇളക്കിയെടുക്കാനായിട്ട്. ഞാനിവിടെ 1/4 കപ്പ് ഓയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഇതിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മളെ ഈ ഒരു ബാറ്ററിൻ്റെ ആ ഒരു കട്ടി കുറച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓയിലിന് ഇടയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ആവശ്യാനുസരണം ഇങ്ങനെ ഇളക്കുന്നതിനിടയിൽ നമുക്കത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ അണ്ടിപ്പരിപ്പും പിന്നെ നമുക്ക് കുറച്ച് ഓയിലൂടെ ആഡ് ചെയ്തിട്ട് മിക്സ് ആക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ആ കേക്കിൻ്റെ ബാറ്റർ എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ഇങ്ങനെ ടാപ്പ് ചെയ്യുക. അപ്പോൾ ആ എയർ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടും. പിന്നെ ഇതിൻ്റെ മുകളിൽ നിർബന്ധമൊന്നുമില്ല, ഓപ്ഷണലാണ്. ഒന്ന് ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലൊക്കെ ഒന്ന് അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ, ഡ്രൈ ഫ്രൂട്ട്സ്. ഞാൻ ഇത് മാത്രമാണ് ഇന്ത്യയിലുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇത്രേ ഇട്ടിട്ടുള്ളൂ. ഇനി ഞാനിവിടെ പാന് നമ്മൾ ഈ ഒരു ഇൻഗ്രീഡിയൻസൊക്കെ നമ്മൾ അരിച്ചെടുക്കുന്ന ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഇത് ഓൺ ചെയ്തിട്ടേക്കാം. ഞാനിവിടെ ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇത് ചൂടാക്കാൻ മുന്നേ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇതേപോലെ മൂടിയുള്ളത് വെച്ചെടുത്താലും മതി, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ബിരിയാണി ചെമ്പിൻ്റെ ആ ഒരു മൂടിയില്ലേ, അത് വെച്ചെടുത്തിട്ടാക്കാം. ഇവിടെ എനിക്ക് 3/4 മണിക്കൂറോളം വന്നിട്ടുണ്ട് കേക്ക് ഇതായി കിട്ടാൻ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കേക്ക് കിട്ടിയിട്ടുമുണ്ട്. ഞാനിതൊന്ന് തണുത്ത ശേഷം ഇതൊന്ന് പുറത്തേക്ക് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ കേക്ക് കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് കേക്ക് ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ അധികം അറിയാത്ത ടീംസിന് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയൊക്കെ. കാരണം ക്രിസ്മസ് ഒക്കെ വരികയാണ്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കേക്ക് വാങ്ങാനൊന്നും നിൽക്കാതെ നമുക്ക് തന്നെ സിമ്പിളായിട്ട് നമ്മളെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ കുറേ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ടുള്ള കാരണം വളരെ ടേസ്റ്റാണ് ഇതിങ്ങനെ കഴിക്കാൻ. അപ്പോൾ കടിക്കാനൊക്കെ കുറേ നട്ട്സുകൾ കിട്ടില്ലേ, അപ്പോൾ നല്ല ടേസ്റ്റാണ്. പിസ്തൊക്കെ ഉണ്ടെങ്കിൽ പിസ്തൊക്കെ ഇടയെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്തായാലും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങളെ കമൻസൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. താഴെയുള്ള ആ ബെല്ലൈക്കൺ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷന് കൂടി ഞെക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പുതിയ വീഡിയോസൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് വേഗം നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.